കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായി അല്ലേ? അതെ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു സംഭവം. ഇന്നലെ എനിക്കൊന്ന് ഏഷ്യാനെറ്റൊക്കെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു, ഇതാണ് കേരള മോഡൽ എന്ന് പറഞ്ഞ്. നാരായണേട്ടൻ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ പ്രവർത്തകനാണ്, സ്വയംസേവനാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് ഏറ്റുവാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു കൗൺസിലർ അല്ലേ, ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് ചിതിയൊക്കെ ഒരുക്കി നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ആ ചിതിയൊക്കെ ഒരുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ചു, ആ ഫോട്ടോയിൽ തൊട്ടടുത്തിരിക്കുന്ന രഘുവേട്ടൻ സേവാഭാരതിയുടെ ചുമതലയുള്ള ആൾ തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ ഒന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഏറ്റവും അപകടകാരികൾ ഈ പറയുന്ന പുട്ടിയടിക്കാൻ ഇറങ്ങിയ ആളുകളാണ്. ഒരു മാധ്യമമാണ് അത് വൈറലാക്കുന്ന രഞ്ജിത്തേട്ടൻ, അത് മറ്റുള്ളവർ ഏറ്റെടുക്കുന്നു. അതെ, ചെറ്റ വർത്താനം പറയലടോ ചെറ്റകളെ, നിനക്ക് എന്തിനു പറ്റൂടോ? നീ പറഞ്ഞ സേവാഭാരതിയുടെ ആംബുലൻസ് ആണോടോ ഈ കാണുന്നത്? ഈ കാണുന്ന ആംബുലൻസിലല്ലേ ആ പാവത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്? കണ്ടോ നീ ഇത് കോഴിക്കോട് KL11 വണ്ടിയാടാ, സേവാഭാരതിയുടെ ചൊരിച്ചുന്ന വണ്ടിയല്ലേ ഇത്. അവിടുന്ന് 12,000 രൂപ കൊടുത്തിട്ട് ഈ പറഞ്ഞ ഇർഫാന ഇക്ബാൽ അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടുപോകുന്ന ഷെയ്ഖ് സായിദ് ഓർഫനേജ് ട്രസ്റ്റ് ഉണ്ട്, അവർ കാശ് കൊടുത്തിട്ട് ആ ആളെ അവിടുത്തെ മൃതദേഹം അവിടുന്ന് ഈ പറഞ്ഞ ഉപ്പളയിൽ കൊണ്ടുവന്നിട്ട് അടക്കുന്ന ദൃശ്യങ്ങളും അതിൽ കൊണ്ടുവന്ന വണ്ടികൾ കാണുന്നത്. ഇവിടെ ഒരു സേവാഭാരതിയുമില്ല. ഇനി എന്തുകൊണ്ട് ഈ പറഞ്ഞ ഈ എന്താ പറയുക ഇർഫാന ഇക്ബാലും ഈ ഷെയ്ഖ് സായിദ് ട്രസ്റ്റും ഇതിലോട്ട് വന്നു എന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കാണുന്ന സകല സംഖ്യകളും കണ്ണ് അടയ്ക്കാതിരുന്ന് കണ്ടോളണം. ചെറ്റ വർത്താനം പറഞ്ഞു കഴിഞ്ഞാലല്ലോ പഠിച്ച് 32 കൊല്ലം താഴ്ത്തിടുക വേണ്ടത്. അത് ഞാൻ ചെയ്യുന്നില്ല. അതിന് പകരം ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അതായത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ നാരായണേട്ടൻ്റെ സഹോദരി കമല ഈ പറഞ്ഞ ട്രസ്റ്റിനും ഈ പറഞ്ഞ ട്രസ്റ്റിലെ ആളുകൾക്കും ഈ നാരായണേട്ടൻ്റെ ചികിത്സയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും കൊടുത്തിട്ടുള്ള ഡിക്ലറേഷൻ ഫോമാണ്. അതായത് ഒരു മാസം മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ വെച്ചുതരാം. ഒരു മാസം മുമ്പ് ഈ ആൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു വരാന്തയിൽ കിടന്നിട്ട് ഭക്ഷണം പോലും ഇല്ലാണ്ട് മേലിൽ മൊത്തം ചൊറി പിടിച്ച് 4th സ്റ്റേജ് ക്യാൻസറാണ് തൊണ്ടയിൽ, ചൊറി പിടിച്ച് കിടക്കുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള, ഞാൻ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറുടെ പേര് ഷെരീഫ് ചിന്നാല, അവിടുത്തെ വാർഡ് മെമ്പറാണ്. ഇവരവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വനിതാ ലീഗിൻ്റെ നേതാവും കൂടിയായിട്ടുള്ള ഇർഫാന ഇക്ബാലിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. ഉടനെ തന്നെ ഈ പറഞ്ഞ ഇർഫാന ഇക്ബാൽ അവിടെ എത്തിയിട്ട് അവിടെ എത്തുക മാത്രമല്ല അവിടുത്തെ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറോടും കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് ഈ പറഞ്ഞ ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർ ഈ ആളെ അവിടെ ചെന്നിട്ട് അവിടുന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി. അവിടെ ഒരു സേവാഭാരതിയില്ല. അവിടെ പോയി നല്ല രീതിയിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി ഷേവ് ചെയ്ത് ആ മനുഷ്യനെ നേരെ അവിടുത്തെ സഹകരണ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം ഇതിന് ഉയർന്ന ചികിത്സ വേണം, ക്യാൻസറാണ് എന്നും പറഞ്ഞിട്ട് ഇതേ ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരാനുള്ള സമ്മതപത്രമാണ് ഈ കമല എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ സഹോദരി ഇവർക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള സമ്മതപത്രം. ഞാനൊന്ന് വായിച്ചുതരാം നിങ്ങൾക്ക്. ഇതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്നറിയോ? അതായത് ടു ദ മാനേജർ, ഷെയ്ഖ് സായിദ് ഓർഫനേജിൻ്റെ മാനേജർക്ക് എഴുതിയിട്ടുള്ള കത്താണിത്. വിഷയം ശ്രീ നാരായണൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഉള്ളടക്കം നിങ്ങൾ ശ്രദ്ധിക്കണം. നാരായണൻ്റെ സിസ്റ്ററാണ്, അവരുടെ വിലാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഗുരുതരമായിട്ട് രോഗബാധിതനായിട്ട് അവശ നിലയിലായ സമയത്ത് പരിചരിക്കാൻ കുടുംബാംഗങ്ങൾക്കോ മറ്റു ബന്ധുക്കൾക്കോ അതിനുള്ള സാമ്പത്തിക കരുത്തില്ലാത്തതിനാൽ ഷെയ്ഖ് സായിദ് ഓർഫനേജിൻ്റെ അധികൃതർ അവരെ സ്വന്തം ചെലവിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടുന്ന് തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സയിലിരിക്കെ ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞു. അതിനാൽ ഞങ്ങൾക്ക് കുടുംബത്തിന് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മൃതദേഹം ഏറ്റുവാങ്ങി കൊണ്ടുവരാനോ മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാനോ ഉള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. ആയതിനാൽ ശ്രീനാരായണൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി മരണാനന്തര ചടങ്ങുകൾ നടത്തണം എന്ന് വിനീതമായിട്ട് ഈ ഓർഫനേജിൻ്റെ മാനേജ്മെൻറ്റിനോട് അപേക്ഷിക്കുന്ന ഒരു സമ്മതപത്രം കൊടുക്കുന്ന അപേക്ഷയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സേവാഭാരതിയുമില്ല, ഒരു സേവാഭാരതി അവിടെ വന്നിട്ടില്ല, ഒരു സംഖ്യയില്ല, ഒരു മങ്കി അവിടെ വന്നിട്ടില്ല. അവിടെ ഈ ഓർഫനേജിൻ്റെ ആളുകൾ അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടെ ആയിട്ടുള്ള ഇർഫാന ഇക്ബാലും മറ്റുള്ള ആളുകളും ഇവരുടെ മൃതശരീരം, ഈ പാവത്തിൻ്റെ മൃതശരീരം അവിടുന്ന് 12,000 രൂപ കൊടുത്ത് അവിടുത്തെ സഫാസ് എന്ന് പറഞ്ഞ ആംബുലൻസിൽ ഈ സ്ഥലത്ത് എത്തിക്കുന്നു. ഈ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം ഉള്ള ഇവരുടെ ഒരു കുടുംബാംഗങ്ങളും അങ്ങോട്ട് വന്നിട്ടില്ല, അവിടെ വന്നിട്ടുമില്ല, ഒരു കാര്യം ചെയ്തിട്ടുമില്ല. അങ്ങനെ ഇനി ഇത് അവരുടെ സഹോദരി കൊടുത്തിട്ടുള്ള ഡിക്ലറേഷനാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള മറ്റൊരു ഡിക്ലറേഷനും കൂടെ ഞാൻ വായിച്ചുതരാം.
നിരാപേക്ഷ പത്രമാണ് അവിടുത്തെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ. എന്നാണ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ താമസക്കാരനായിട്ടുള്ള ശ്രീനാരായണൻ എന്ന ആളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സാമ്പത്തിക പ്രയാസം മൂലം ടിയാനെ രോഗബാധിതനായി ചികിത്സിക്കാത്തതിനാൽ ടിയാൻ്റെ പരിചരണം മഞ്ചേശ്വരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സയ്യിദ് ഓർഫനേജ് ഫൗണ്ടേഷൻ അധികൃതർ നടത്തി വരുന്നതായിട്ടും ടിയാനെ തുടർന്ന് ചികിത്സയ്ക്കായി ടിയാൻ്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ടിയാൻ മരണപ്പെടുകയും അതിനുശേഷമുള്ള ബന്ധുക്കളുടെ മൃതദേഹം ഏറ്റുവാങ്ങി മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് ഇയാളുടെ നാരായണൻ്റെ രക്തബന്ധുവായിട്ടുള്ള സഹോദരി കമല അവരുടെ എന്താ പറയുക അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് മീഞ്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ല എന്നിവർ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനാൽ പ്രസ്തുത മൃതദേഹം മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് സയ്യിദ് ഓൾഡ് ഏജ് ഓർഫനേജിൻ്റെ അധികൃതർക്ക് കൈമാറാനുള്ള നടപടിക്കായിട്ടുള്ള അപേക്ഷാ പത്രമാണ്. കണ്ടല്ലോ നിങ്ങൾ, ഇതിനേക്കാൾ വലിയ തെളിവ് വല്ലതും വേണം. ഇവിടെ ഒരു ചേവാഭാരതം ചൊറിച്ചിട്ടില്ല അവിടെ ചെന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നു അവരവിടെ മൃതശരീരം അതായത് അയാളുടെ എന്താണോ അയാളുടെ മതം എന്താണോ അതിനനുസരിച്ചിട്ട് അവിടെ നിർവഹിക്കുക ചെയ്തിട്ടുള്ളത്. ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ, അവിടെ ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു മതവും ഇല്ല, പല മതത്തിൽപ്പെട്ട ആളുകൾ. അവിടെ ഒരു മതത്തിൻ്റെ പ്രശ്നമില്ല. ഇമ്മാതിരി കുത്തിത്തിരിപ്പ് ചാനലുകളും ഇമ്മാതിരി സംഗി ചാനലുകൾ ഇമ്മാതിരി വന്നിട്ട് വിഷം വിളമ്പിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അവിടെ കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് നിന്ന് ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ മതം ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക അടക്കം ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇവരുടെ പേജിലുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു മതവും ചിന്തിക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് മതം വിളമ്പുന്ന ഇത്തരത്തിലുള്ള ബാണങ്ങളെ എത്രയും പെട്ടെന്ന് വാണം വിട്ട് കൊടുക്കണം ശൂന്യാകാശത്തേക്കോ അല്ലെങ്കിൽ ഭൂമിയുടെ പാതാളത്തിലോട്ടോ, അല്ലെങ്കിൽ ഇവന്മാർ വിഷം ചിന്തിക്കൊണ്ടിരിക്കും. ഈ ഒരു വാർത്തയല്ല വന്നത്. ഇതേ ചാനലിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തൊരു വാർത്തയും കൂടെ കയറി വന്നു. ആ വാർത്തയും കൂടെ നിങ്ങൾ കേൾക്കണം. ആ വാർത്തയിൽ പുതിയ കഥകളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആ വാർത്തയിൽ പറഞ്ഞത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവാഭാരതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഇർഫാന ഇക്ബാൽ അങ്ങോട്ട് ചെന്നിട്ട് ഒരു വിറക് കഷ്ണം വെച്ച് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. അത് വെച്ചിട്ടാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അതും കൂടെ ഞാൻ കേൾപ്പിച്ചിരുന്നു. നിൽക്കുക, കേട്ടു നോക്കി. സ്വദേശിയായിട്ടുള്ള നാരായണൻ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നത്. ഈ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം സ്വീകരിച്ചത് സേവാഭാരതിയാണ്. ഈ സേവാഭാരതിയുടെ വാഹനത്തിൽ തന്നെയാണ് മൃതദേഹം ഈ കാസർഗോഡ് മഞ്ചേശ്വരത്തേക്ക് എത്തിക്കുന്നത്. മഞ്ചേശ്വരത്ത് ശ്മശാനത്തിൽ എത്തിക്കുന്നതും സേവാഭാരതി തന്നെ. ഈ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതും സേവാഭാരതി പ്രവർത്തകർ തന്നെയായിരുന്നു. ഇതിനിടയിലാണ് ഈ കാസർഗോഡ് മെമ്പർ കൂടിയായിട്ടുള്ള മഞ്ചേശ്വരത്തെ ഒരു മുസ്ലിം ലീഗിന്റെ വനിതാ അധ്യക്ഷയും വനിതാ ലീഗ് നേതാവുമായിട്ടുള്ള ഇർഫാന ഇക്ബാൽ ഈ ശ്മശാനത്തിനടുത്തേക്ക് വരികയും താനൊരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു വിറക് കുഴി എടുത്തു വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നത്. ഇത് സേവാഭാരതി പ്രവർത്തകർ സമ്മതിക്കുന്നു. പക്ഷെ ആ ഫോട്ടോ ആണ് ഇവർ ഈ രീതിയിൽ വലിയ രീതിയിൽ വ്യാജ പ്രചരണം നടത്തുന്നതിന് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു ദൃശ്യം കൂടി കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ സേവാഭാരതിയുടെ മംഗലാടി സമിതി അധ്യക്ഷനായിട്ടുള്ള രഘു ചെറുകോലി ഈ സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകുകയും ചിലക്ക് തീ കൊളുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അവർ തന്നെ മാധ്യമങ്ങളോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ഈ വാർത്ത ഈ രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് എന്താണോ അവർ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അവർ എന്ത് നരേഷനാണോ പുറത്തുവിടാൻ ശ്രമിച്ചത് അതിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഈ നുണപ്രചരണം ഇപ്പോൾ പാടെ തകരുകയാണ്. കേട്ടല്ലോ നിങ്ങൾ, ഇങ്ങനെ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ട് ഒരു മാസമായിട്ട് ഈ പറഞ്ഞ ഇർഫാന ഇക്ബാലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫൗണ്ടേഷനും അവരുടെ മീൻസ് അവിടുത്തെ ഒരു സന്നദ്ധ ഫൗണ്ടേഷനുമായിട്ടുള്ള ഷെയ്ഖ് സായിദ് ഓർഫനേജ് ഫൗണ്ടേഷനും കൂടെ ഒരു മാസമായിട്ട് ഇയാളുടെ ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇയാളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു സേവാഭാരതി അവിടെ ഇല്ല. ഇയാളെ ഈ പറഞ്ഞ വരാന്തയിൽ കിടക്കുന്ന സമയത്ത് അയാളുടെ രൂപം ഇങ്ങനെയായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് അയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഷേവ് ചെയ്തു നല്ല രൂപത്തിലാക്കിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷമുള്ള രൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സേവാഭാരതിയും അല്ലട്ടോ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ആളുകൾ അങ്ങനെ പറ്റിക്കുന്നത്? ഇത്തരത്തിലുള്ള കളവ് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ ചെറ്റത്തരങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള ഈ നിങ്ങളുടെ സംഘിക്കുട്ടന്മാരുടെ മനസ്സിലോട്ടും ചെറ്റത്തരമായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്? ചാവേണ്ടതല്ലടാ നീയൊക്കെ ഇങ്ങനെ കുത്തിരുന്ന് പറയുമ്പോൾ. ചാവുന്ന നേരത്തെ ഒരു ഇറ്റ് വെള്ളം നിൻ്റെയൊക്കെ വായിലോട്ട് അറ്റ്ലീസ്റ്റ് പട്ടി വരെ വന്നു കഴിഞ്ഞാൽ നീ ചാവാൻ കിടക്കുമ്പോൾ നിൻ്റെ വായിലോട്ട് മൂത്രമൊഴിച്ചിരുന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതുപോലും ചെയ്യില്ല. പട്ടിക്ക് വരെ നിന്നെ കണ്ട് ഞാൻ അറപ്പും, പട്ടി വരെ കാർക്കിച്ച് നിൻ്റെ മേത്ത് തുപ്പിയിട്ടായിരിക്കും പോകുന്നത്. ആ രീതിയിലുള്ള വാർത്തകൾ പടച്ചു വിടരുത് കേട്ടോ. അതിരി ചെറ്റത്തരം കാണിക്കാണ്ടിരിക്കുക. ഇത് കാണുന്ന സംഘികൾ അറ്റ്ലീസ്റ്റ് ബോധവും വിവരമുള്ള സംഘികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴത്ത് കമൻറ്റ് ഇട്ട് നോക്കട്ടെ എത്ര സംഘികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ജനൻ ടി വിയുടെ തന്നെ എല്ലാമായിട്ടുള്ള ജനം നമ്പ്യാർ, അതായത് മലൻ നമ്പ്യാർ വന്നിട്ടൊരു പോസ്റ്റ്
അവിടെയും ഇവിടെയും തൊടാത്തൊരു പോസ്റ്റ്, അതും കൂടെ ഒന്ന് കാണണം, നിങ്ങൾ കേൾക്കണം. ഞാൻ വായിച്ചുതരാം. ഇർഫാനക്ക് സ്വന്തം മതത്തിൽ നിന്നും എതിർപ്പുണ്ടായിട്ടില്ലെന്ന് അവർ പറയുന്നു. നല്ല കാര്യം. സേവാഭാരതിയാണ് ചിതയൊരുക്കിയതെന്ന് സംഘടനാ ഭാരവാഹികൾ പറയുന്നു. വളരെ നല്ല കാര്യം. എന്താണെങ്കിലും ഒരു ഹൈന്ദവന് ചിതയൊരുക്കുന്നിടത്ത് ജനപ്രതിനിധിയാണെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ സാന്നിധ്യം അറിയിച്ചത് വെറും ഫോട്ടോഷൂട്ടിനാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒട്ടുമല്ല. ഇയാളെ കുറേ കാലങ്ങളായിട്ട് നോക്കുന്നത് ഇവരായിരുന്നു, ഈ ആളുകളായിരുന്നു കേട്ടോ. അവിടെ ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഈ ഒരു ഹൈന്ദവന് ചിതയൊരുക്കാൻ ഓടിച്ചെന്നതല്ല കേട്ടോ. ഇത് മാത്രമല്ല, ഇത്തരം ജസ്റ്റേഴ്സ് സ്വാഗതാർഹമാണ്. ജസ്റ്റേഴ്സ് അല്ല, അത് പഠിപ്പിച്ച് വിട്ടതാണ്, ഒരു മതം പഠിപ്പിച്ച് കൊടുത്തതാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെയാണ് മനുഷ്യത്വം എന്നുള്ളത് സംഘിക്കതറിയില്ല. സംഘികളത് ചെയ്യില്ല. സംഘികൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ മുസ്ലിമിനും ഹിന്ദുവിനും തമ്മിലടുപ്പിക്കാൻ ഇത്തരത്തിലുള്ള മലം വന്ന് വിതറും. ഇങ്ങനൊരു ചാനലിൽ, നിൻ്റെ ചാനലിൽ കുത്തിയിരുന്നിട്ട് അതാണ് നടക്കുന്നത്. ഏതാണെങ്കിലും വിഭാഗീയതയുടെ മതിൽക്കെട്ടുകൾ തകരട്ടെ. അനാവശ്യ തർക്കങ്ങൾ ഉന്നയിച്ച് എരുതിയിൽ എണ്ണ ഒഴിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും പ്രവർത്തനത്തിൽ നന്മ പുലർത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. മതാന്ധത ബാധിച്ചവരെയല്ല നാടിന് ആവശ്യം, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. നീ ആ എണ്ണ, ഈ പറഞ്ഞ എരുതിയിൽ എണ്ണ ഒഴിച്ച് നീയും നിൻ്റെ ചാനലുമാണ്. നിൻ്റെ ചാനലിൽ കുത്തിയിരിക്കുന്ന കുട്ടി കൊരങ്ങകളാണ്, കുട്ടി ചെറ്റകളാണ് അവിടെ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ആ എണ്ണ അവൻ്റെ കണ്ണാക്കിലേക്ക് തിരിച്ചൊഴിച്ച് കത്തിച്ച് തീർക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചെറ്റത്തെറിഞ്ഞ് പറയാണ്ടിരിക്കുകയുള്ളൂ. അപ്പം അനിൽ നമ്പ്യാർക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മലം നമ്പ്യാർക്ക് പറ്റുമെങ്കിൽ നിൻ്റെ ചാനലിൽ കുത്തിയിരുന്നിട്ട് ഇത്തരം മലം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സകല മലങ്ങളെയും അല്ലെങ്കിൽ മലത്തിലെ പുഴുക്കളെയും എടുത്തെറിയാൻ പറ്റുമോ? പോയി തൂങ്ങടാ.